രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. അവനിപ്പോ ജീവനോടെ ഉണ്ടോ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഐഷു അവനെ നോക്കി ചോദിച്ചു. അതിന്റെ മറുപടി എന്നോണം ഒരു പുഞ്ചിരിയായിരുന്നു. നീ റെസ്റ്റ് എടുക്ക്, ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. കാലൻ. ഫുഡ് കഴിച്ചു കഴിഞ്ഞതും ഐഷു നേരെ ബെഡിൽ പോയി കിടന്നു. നടുവൊക്കെ നല്ല കടച്ച്, കൂടെ വേദന കൂടി ഉള്ളതുകൊണ്ട് അവൾ അവശതയോടെ കണ്ണുകളടച്ചു. പിറ്റേന്ന് ധ്രുവ് ഐഷുവിനെ വിളിച്ചപ്പോഴാണ് ഉണർന്നത്. ഇഷ, ഇഷ. പതിയെ നിരങ്ങിക്കൊണ്ട് അവൾ എഴുന്നേറ്റു. വേഗം റെഡിയാകും. മറുത്തൊന്നും പറയാതെ ഐഷു വേഗം റെഡിയായി വന്നു. അവൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി അച്ചുവിനെ ഒന്ന് കണ്ടാൽ മതിയെന്നായി. വീട്ടിലേക്ക് പോകുമ്പോൾ ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചു. കാറ് വീട്ടിലേക്ക് പോകുന്ന വഴിയല്ലെന്ന് കണ്ടതും അവൾ അവനെ നോക്കി. തികച്ചും ശാന്തമായിട്ടാണ് ധ്രുവ് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ എന്തിനോ ഒരു കുടിലതയുണ്ട്. പഴയൊരു ഗോഡൌണിലെത്തിയതും ധ്രുവ് അവളോട് ഇറങ്ങാൻ പറഞ്ഞു. ഇഷ, ഇറങ്ങ്. ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന അവളെ കാണെ അവൻ വീണ്ടും പറഞ്ഞു. ഐഷു ഒരു ഭയത്തോടെ ഇറങ്ങി. അറിയാം തന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. എന്നാൽ ധ്രുവിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്നൊരു ഊഹവുമില്ല. ദക്ഷേട്ടനെ പോലെയാണെങ്കിലും ധ്രുവിന്റെ ശാന്തത, അതാണ് ഭയക്കേണ്ടത്. തന്നെ ഉപദ്രവിച്ചിട്ടും ഒന്നും ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള മരണം. ഐഷു ഒന്ന് കിടുങ്ങിപ്പോയി. ഐഷുവിന്റെ കൈയും പിടിച്ചവനുള്ളിലേക്ക് കയറി. ഒരു തരി വെളിച്ചം പോലുമില്ല. മുഴുവൻ ഇരുട്ടാണ്. നടക്കുന്നതിനനുസരിച്ച് ലൈറ്റുകളിൽ അതുപോലെ പുറകിലുള്ള തണയുകയും ചെയ്യും. ഐഷു ധ്രുവിനെ നോക്കി. മുഖമെല്ലാം വലിഞ്ഞു മുറുകിയാണ് ഇരിക്കുന്നത്. ചോര ചുവപ്പാർന്ന മുഖത്തേക്ക് നോക്കാൻ തന്നെ അവൾക്ക് ഭയം തോന്നി. തന്റെ കയ്യിലെ അവന്റെ പിടിമുറുക്കത്തിൽ നിന്ന് തന്നെ അവനിലെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഐഷു ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. ഒരു TV പോലുള്ള വലിയൊരു സ്ക്രീനിന് മുന്നിൽ അവളെ കൊണ്ടു നിർത്തി. അവൾ അവനെയും സ്ക്രീനിനെ മാറി മാറി നോക്കി. അവളോടൊന്നും മിണ്ടാതെ അവൻ പുറത്തേക്ക് പോയി. ഐഷു വിറക്കാൻ തുടങ്ങി. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ ആവും. പെട്ടെന്നാണ് ആ സ്ക്രീൻ ഓണായത്. ധ്രുവ് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഒരു ബ്ലാക്ക് പാന്റ് മാത്രം ഇട്ട് ഒരുവനെ ചങ്ങലയിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ബോധമില്ലെന്ന് മനസ്സിലായി. ഇന്നലെ മുതൽ ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ നൽകിയിട്ടില്ല. മലവും മൂത്രവും എല്ലാം താഴെ കിടപ്പുണ്ട്. ധ്രുവ് ഒരാളെ വിളിച്ചത് അതല്ല, പൈപ്പ് വഴി ക്ലീൻ ചെയ്തു കളഞ്ഞു. കൂടെ അവന്റെ മുഖത്തേക്ക് ഒളിച്ചു. വെള്ളം വീണതും അവൻ പിടഞ്ഞെഴുന്നേറ്റ്. ആരാ? നിന്റെ കാലൻ. ധ്രുവ് ഒരു കവർ കോട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് തലയിൽ വിട്ടിട്ടുണ്ട്. അതെടുത്ത് പുറകിലേക്കിട്ടതും ധ്രുവിന്റെ മുഖം കണ്ടേ ഭയന്ന് വിറച്ചുപോയി. ധ്രുവ് അവനെ നോക്കി ചിരിച്ചു. ക്രൂരത നിറഞ്ഞ ചിരിയോടെ. അറിയാതെ? അറിയാതെയോ? അൻവർ, അവളെന്റെ ഭാര്യയാണ്. ഒരു പെണ്ണിനെ അവരുടെ സമ്മതം കൂടാതെ സ്പർശിക്കുന്ന തെറ്റില്ലേ? തലചരിച്ചുകൊണ്ട് വല്ലാത്ത ഭാവത്തിൽ അവനോട് ചോദിച്ചു. അത് കണ്ടതും ഐഷു പോലും ഭയന്ന് വിറച്ചുപോയി. ഒരു സൈക്കോ കില്ലറെ പോലെ. മാർട്ടിൻ സർ, കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഫസ്റ്റ് ഓഫ് ഓൾ 1, ഒരു പണിഷ്മെന്റ്. 2, ഇഞ്ചിഞ്ചായുള്ള മരണം. അവൻ പെട്ടെന്ന് പണിഷ്മെന്റ് എന്ന് കേട്ടത് അത് തിരഞ്ഞെടുത്തു. പണിഷ്മെന്റ് കഴിഞ്ഞ വേഗം ഇവിടുന്ന് രക്ഷപ്പെടാമല്ലോ. സർ ഫസ്റ്റ്. പക്ഷേ ധ്രുവിന്റെ പണിഷ്മെന്റ് എന്താന്ന് പാവം അൻവറിന് അറിയില്ലല്ലോ. ഓക്കെ, യുവർ ചോയ്സ്. ആദ്യം, എന്റെ പെണ്ണിനെ ഈ നാവ് കൊണ്ടല്ലേ നീ സ്പർശിച്ചത്. ഇനി ആ നാവ് നിനക്ക് വേണ്ട. മാർട്ടിൻ കൊണ്ടുവന്ന കുറെ സാധനങ്ങളിൽ നിന്നും ഒരു പ്ലെയറും എടുത്ത് കൂടെ ഒരു ബോട്ടിലും എടുത്തുകൊണ്ട് അവനടുത്തേക്ക് നടന്നു. അൻവറിന്റെ നാവ് വലിച്ചെടുത്തു. ബോട്ടിൽ തുറന്നു. അതിലെ ദ്രാവകം അവന്റെ നാവിലേക്ക് ഒഴിച്ചതും അൻവർ കിടന്ന് പിടയാൻ തുടങ്ങി. അപ്പോഴും ധ്രുവിൽ ഒരുതരം ആനന്ദമായിരുന്നു. അടുത്തുള്ള ചെയറിലിരുന്നുകൊണ്ട് ഇരു കണ്ണുകളും അടച്ചുകൊണ്ട് അവന്റെ കരച്ചിൽ അവൻ ആസ്വദിച്ചു. കുറച്ചു കഴിഞ്ഞതും അൻവറിന്റെ കരച്ചിലൊന്ന് അടങ്ങിയത് ധ്രുവ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ടേബിളിലെ അടുത്ത ബോക്സിൽ നിന്ന് പ്ലെയർ എടുത്ത് അവനെ നോക്കി. നാവ് മൊത്തം ആസിഡിനാൽ പൊള്ളിയതും കൂടെ വായും തൊണ്ടയുമെല്ലാം പൊള്ളലേറ്റതും ആ ബിൽഡിങ്ങിൽ മൊത്തം അവന്റെ അലർച്ചയിൽ കിടുങ്ങി. നാവിൽ നിന്നും ചോരയും ഉമിനീരും താഴേക്കൊഴുകിക്കൊണ്ടിരുന്നു. അവന് നാവ് അകത്തേക്ക് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥ. വേദനയെല്ലാം കൊണ്ട് അവൻ ആകെ തളർന്നുപോയി. ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കൂടെ തൂക്കിയിട്ടിരിക്കുന്നതിനാൽ കൈയും ഷോൾഡറും പറഞ്ഞു പോകുന്നുള്ള വേദനയും ധ്രുവിന്റെ ഭാര്യയെ മറ്റൊരു കണ്ണിലൂടെ നോക്കിയതിനും ഉപദ്രവിച്ചതും ആ നിമിഷം അവൻ മനസ്സാൽ ശപിച്ചു.
അടുത്ത ആയുധമായി വരുന്ന ധ്രുവിനെ കണ്ട് അൻവർ തലയിട്ടാട്ടുന്നുണ്ട്. പക്ഷെ നാവ് പൊള്ളിയതിന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ലെന്ന് മാത്രം. അങ്ങനെ ഞാൻ നിന്നെ വെറുതെ വിടുവോ അൻവർ? ഐഷു ഇതെല്ലാം കണ്ടു ഭയന്നുപോയി. ധ്രുവ് സ്റ്റാബ്ലർ കൊണ്ടുവന്നു അവന്റെ നാവിലടിച്ച് അൻവർ അലറിക്കൊണ്ടിരുന്നു. മാർട്ടിൻ, താഴേക്കിറക്ക്. ധ്രുവ് വിളിച്ചത്. പതിയെ അൻവറിനെ താഴേക്കിറക്കി. കൈകൾ അഴിഞ്ഞതും അൻവർ ഒരു ആശ്വാസത്തോടെ കൈകൾ തടകി. കൂടെ മുഖവുമില്ല, കൈകൾ കൊണ്ടൊന്ന് തുളച്ചു. ധ്രുവ് പതിയെ അവന്റെ അരികിലിരുന്നു കൊണ്ട് വലത് കൈ എടുത്തുയർത്തി പതിയെ തടവി. ഈ കൈ കൊണ്ടല്ലേ എന്റെ ഷേഡ് മുടിയിൽ പിടിച്ചു വലിച്ച് നീ താഴേക്കിട്ടത്? അൻവർ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നറിയാതെ ഉമിനീരിറക്കി അവനെ നോക്കി. ഓടിപ്പോവാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. ധ്രുവ് പതിയെ അവന്റെ ഒരു വിരലെടുത്ത് കട്ടറെടുത്തുകൊണ്ട് അവന്റെ ആ വിരലിന്റെ പകുതി വെച്ച് മുറിച്ചു. വേണ്ട! ആറ് കൈ കൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വിരൽ 3 ഭാഗങ്ങളാക്കി മുറിച്ചു. ആ വേദന താങ്ങാൻ കഴിയാതെ അവൻ അലറി വിളിച്ചു, എന്നെ ഒന്ന് കൊന്നതാ. അതെങ്ങനെയാ? എന്റെ പണിഷ്മെന്റ് കഴിഞ്ഞ് നിനക്ക് ജീവൻ ഇടയ്ക്ക് പോവാ. 2 കൈയുടെയും എല്ലാ വിരലുകളും അതുപോലെ ചെറുതായി കട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതനുസരിച്ച് അവൻ അലറിക്കൊണ്ടിരുന്നു. അവന്റെ ഓരോ കരച്ചിലും അവനിലെ സൈക്കോയെ വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ടേയിരുന്നു. അൻവറിന്റെ 2 കൈകളിലൂടെ ചോര ഒഴുകിക്കൊണ്ടിരുന്നു. ഒരുപാട് ബ്ലഡ് പോയതിന് അവൻ ബോധം കെട്ടു വീണു. മാർട്ടിൻ, സർ, ഇവന് ബോധം വരുമ്പോ എന്നെ വിളിക്കേ, ബാക്കി പിന്നെ. ഓക്കെ സർ. ധ്രുവ് നേരെ ഐഷുവിനാക്കി അതേ മുറിയിലേക്ക് വന്നു. ഐഷു ആണെങ്കിൽ കണ്ണും തള്ളി നിൽക്കുക. അതെ, ഇത് ഒറിജിനലാണോ? എന്ത്? ഈ 6 പാക്ക്? അല്ല, ആദ്യമായിട്ടാ ഞാൻ. നമ്മുടെ ഐഷു ഒന്നാമത്തെ എല്ലാം കണ്ട് കിളി പോയിരിക്കും. അപ്പോഴാണ് ചെക്കൻ ഷർട്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നേ. പെണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോയില്ല. വാ പോകാം. അല്ല, ഈ കോലത്തിലോ? ഡ്രസ് എടുത്തിടുവോ? ഒരു പെൺകുട്ടിയുടെ മുമ്പിലാണ് ബോഡി ഷോ. അതെ, ആ പെൺകുട്ടി എന്റെ സ്വന്തം ഭാര്യയാണ്, മനസ്സിലായോ? അവൾ ഇടുപ്പിൽ കൂടി പിടിച്ചുകൊണ്ട് അവളിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അയ്യടാ, പോയി ഡ്രസ് എടുത്തിട് പ്ലീസ്. അവനെ തള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്റെ മുരുക, ഈ കാലിനോടൊന്ന് പറ ഡ്രസ് ഇടാൻ. എനിക്കാണെങ്കിൽ ഈ 6 പാക്ക് കണ്ട് അത് കുത്തിക്കൊണ്ടിരിക്കാൻ തോന്നും. അവനൊന്ന് മൂടിക്കൊണ്ട് അവിടെ ഷെൽഫിലുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ടീഷർട്ട് എടുത്തിട്ടു. നേരെ വീട്ടിലേക്ക്. അതെ, അതെന്താ അങ്ങനെ പറഞ്ഞേ? എങ്ങനെ? ബോധം വരുമ്പോ വിളിക്കാൻ? അതോ എനിക്ക് തളർന്നിറക്കുന്നവരെ ശിക്ഷിക്കുന്ന ഇഷ്ടമല്ല. അത് കേട്ടതും ഐഷു ഉമിനീരിറക്കി. അപ്പൊ ഞാൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്റെ മുരുക? നീ ഇപ്പൊ ആലോചിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. നീ പേടിക്കണ്ട, എന്റെ ഭാര്യയ്ക്ക് ആവശ്യത്തിന് റെസ്റ്റ് തന്നിട്ടേ ഞാൻ എന്തും ചെയ്യും. ചിലപ്പോ റെസ്റ്റ് പോലും മോൾക്ക് കിട്ടില്ല. പേടിക്കണ്ട. അവളുടെ ചുണ്ടിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ദേഷ്യം ഇത്രത്തോളം ആണെങ്കിൽ പ്രണയം എങ്ങനെയായിരിക്കുമോ എന്തോ. അതോർത്തൊന്നും മോള് വിഷമിക്കണ്ട. വൈൽഡ് ആയിരിക്കും, എക്സ്ട്രീം ലെവൽ വൈൽഡ് ലവ്. അവൾ മനസ്സിൽ പറയുന്ന ഓരോ ചോദ്യത്തിനും അവൻ തന്നെ മറുപടി പറഞ്ഞു. അച്ഛൻ ആദ്യം തന്നെ എഴുന്നേറ്റ് ഫ്രഷായി. ഇന്നലെ ഡയറി വായിക്കാൻ തുടങ്ങിയത് മുതൽ ഉറക്കം തൊട്ട് തീണ്ടിയിട്ടില്ല. ദശ് കുറച്ചു നേരം കഴിഞ്ഞാണ് എഴുന്നേറ്റത്. മുന്നിൽ ചായയുമായി നിൽക്കുന്ന അച്ഛനെ ഒന്ന് നോക്കി കപ്പ് വാങ്ങി ചുണ്ടോട് ചേർത്തു. അഹി, ഗെറ്റ് റെഡി. അവൻ അതും പറഞ്ഞു കുടിച്ച കപ്പ് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഫ്രഷാകാൻ കയറി. അവൻ ബാത്റൂമിൽ കയറിയത് അച്ഛൻ വേഗം തന്നെ ഡയറി എടുത്ത് ഒന്നുകൂടി ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി ബാഗ് അടച്ചു വെച്ചു. ബാക്കി വീട്ടിൽ ചെന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. ദശ് ഫ്രഷായി വന്നത് അച്ഛനും റെഡിയായി വന്നു. ഇരുവരും റെഡിയായി വേഗം കാറിൽ കയറി. ആദ്യം ധ്രുവാണ് എത്തിയത്. ഐഷു വേഗം തന്നെ കിച്ചോമയെ കെട്ടിപ്പിടിച്ച് കവളിലും കൊടുത്തു. എങ്ങനെയുണ്ടായിരുന്നു മോളെ മീറ്റിംഗ്? നന്നായിരുന്നു. അമ്മയുടെ പോയി എന്നെ ഒന്ന് പേടിപ്പിച്ചോട്ടോ. ആണോ? പിന്നെ മീറ്റിംഗിന് നടന്നതെല്ലാം അവൾ പറഞ്ഞു. അമ്മയോട് പാത്തോരാതെ സംസാരിക്കുന്നു. ഐഷുവിലായിരുന്നു അവന്റെ നോട്ടം. ഓരോന്ന് പറയുന്നതിനനുസരിച്ച് അവളുടെ മുഖത്തിലെ ഭാവമാറ്റങ്ങളെല്ലാം അവൻ നോക്കിക്കൊണ്ടിരുന്നു. എന്നാ മോളൊന്ന് പോയി ഫ്രഷായി കിടന്നു. എന്തോ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് ചെന്നി. ഐഷു നേരെ റൂമിലേക്ക് കയറി. ബെഡിൽ ഒറ്റ കിടപ്പായിരുന്നു. കുറച്ചു കഴിഞ്ഞ് കണ്ണൂർ അടഞ്ഞുപോയി. കുറച്ചു കഴിഞ്ഞ് ദശും അച്ചുവും വന്നു. കിച്ചുവും പറഞ്ഞു ഐഷു വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് അച്ചു വേഗം ഐഷുവിന്റെ മുറിയിലേക്ക് കൂടി അച്ചുവിനെ ആക്കി. ദശും ധ്രുവും തങ്ങളുടെ പണികളിലേക്ക് നടന്നു. അതായത് രമണ, നമ്മുടെ അൻവറിന് പണി കൊടുക്കാൻ. അച്ചു ചെല്ലുമ്പോ ഐഷു നല്ല ഉറക്കവാ. പിന്നെ അവളെ ശല്യം ചെയ്യാതെ
ഡോറടിച്ച് നേരെ റൂമിലേക്ക് നടന്നു. പതിയെ തന്റെ ബാഗ് തുറന്നു ഡയറി എടുത്ത് വായിക്കാൻ തുടങ്ങി. ദശുമോൻ എന്നോട് അഹിയെ എനിക്ക് തരുമോ മാമ എന്ന് ചോദിച്ചു. അത് മോനിപ്പോ കുഞ്ഞല്ലേ? ഞാൻ സ്വന്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടർത്തി അതിലെ അഗ്നിയെ പോലെ അവളെ വാഴിക്കും. മാമ തരുവോ? ഞാൻ പകച്ചുപോയി അവന്റെ സംസാരത്തിൽ. അവനൊരു 15 വയസ്സ് മാത്രമേ ഉള്ളൂ. നീ എന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നു അന്ന് നിനക്ക് ഞാൻ എന്റെ മോളെ കൈപിടിച്ചു തരും. ആ വാക്കും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെയുള്ള പേജ് മറിച്ചതും ഒന്നുമില്ല. കുറച്ചുകൂടെ മറിച്ചു കഴിഞ്ഞത് കണ്ടു. 5 വർഷങ്ങൾ കഴിഞ്ഞു. സിദ്ധുമോന്റെ പോക്ക് അത്ര ശരിയല്ലെന്ന് വൈശാഖ് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഞാൻ വൈശാഖിനെ കാണാൻ പോയി. അവൻ ഈയിടെയായി കുറെ ആളുകളുമായി കൂട്ടുണ്ടെന്നും പിന്നെ സ്ത്രീ വിഷയത്തിൽ താല്പര്യമുണ്ടെന്നും മനസ്സിലായി. ഞാനും മാമനും ചേർന്ന് ഒരു അന്വേഷണം നടത്തി. മോൾക്ക് ഓർമ്മയുണ്ടോ അന്ന് മാമനുമായിട്ട് പോയിട്ട് അച്ഛന് നെഞ്ചുവേദന എടുത്തതും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ? സിദ്ധുവിന്റെ അന്വേഷണം നടത്തി നേരെ മോനെ കണ്ട അച്ഛൻ ഒരു കൂട്ടം ഏൽപ്പിച്ചു. സിദ്ധുമോനെ മോള് സൂക്ഷിക്കണം. അച്ഛനും മാമനും തെറ്റുപറ്റിപ്പോയി. അവൻ നേർവഴിയിലാണ് പോകുന്നതെന്നും വിചാരിച്ച് അന്വേഷിച്ചില്ല. ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈ അവസ്ഥ ആകുമായിരുന്നില്ല. മോള് ഓർക്കുന്നുണ്ടാകും. ഇത് ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയത്. പക്ഷെ അവൻ ജോലിക്ക് പോയതായിരുന്നില്ല. അവൻ ജയിലിലേക്കായിരുന്നു പോയത്. ഒരു പെൺകുട്ടിയെ പിച്ച് ചെയ്തതിന് അവൻ ലഭിച്ച ശിക്ഷയാണ്. ആളും പണവും എല്ലാം കൊണ്ട് അവനത് 2 വർഷമാക്കി ചുരുക്കി. അച്ഛനെന്ന് കൃഷി ഓഫീസറെ കാണാൻ പോയ സമയം മോള് നല്ല ഉറക്കമായിരുന്നു. അച്ഛൻ വരുമ്പോ കാണുന്നത് മോളുടെ മുറിയിലേക്ക് ഒരു വല്ലാത്ത ഭാവത്തോടെ നോക്കി നിൽക്കുന്ന സിദ്ധുവിനെയാണ്. അപ്പൊ തന്നെ അവനെ ഞാൻ അവിടെ നിന്ന് പുറത്താക്കിയതാ. എന്നിട്ട് അവൻ എന്നെ വെല്ലുവിളിച്ചു. അച്ഛനെ ഞാൻ തന്നെ കെട്ടും മാമ. ഇല്ലേ ഇല്ലേ, കൊല്ലും ഞാൻ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടത്തില്ല സിദ്ധു, ഞാൻ നടത്തില്ല. നമുക്ക് കാണാനൊന്നുമില്ല. നിന്നെ പൊള്ളന്റെ കയ്യിൽ ഒരിക്കലും ഞാൻ എന്റെ മോളെ കൊടുക്കില്ല. അതിനുള്ള ആളെ അവൾക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. തുടരും.